എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ മാതാവിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയ പ്രാർത്ഥനകളാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും വെളിപ്പെട്ട് കിട്ടിയൊരു പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പറയുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മുഴുവനായിട്ടും പങ്കെടുക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക. എന്നാൽ മാത്രമാണ് കൃപാസന മാതാവിൽ നിന്നുള്ള അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ. മുഴുവനായിട്ടും പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ, എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ മുഴുവനായിട്ടും പങ്കെടുക്കുക. വെറും 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ മാക്സിമം പോയാൽ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക. ആവശ്യങ്ങൾ നടക്കുന്നിടം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നിടം വരെ നിങ്ങളുടെ ആവശ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. മുഴുവനായിട്ടും പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. ദയവ് ചെയ്ത് മുഴുവനായിട്ട് പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഭക്തിയോട് കൂടി തന്നെ പങ്കെടുക്കുക. ഏത് സമയത്താണെങ്കിലും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്, എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര മാസം കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥന മുഴുവനായിട്ട് ഭക്തിയോട് തന്നെ പങ്കെടുത്താൽ മാത്രം മതി. എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഭക്തിയോട് കൂടി തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ മനസ്സ് ഭക്തിയായിട്ട് തന്നെ നിൽക്കുക. ചുറ്റുപാടും ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഭക്തിയോട് കൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കുക. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള പോരായ്മകളിലൂടെയും കടന്നു പോകുവാനായിട്ട് അമ്മേ മാതാവ് ഇവരെ അനുവദിക്കരുത്. അമ്മയാണ് ഇവരുടെ അമ്മ, യഥാർത്ഥത്തിലുള്ള അമ്മ തീർച്ചയായിട്ടും ഈ മക്കളെ ഓരോരുത്തരെ അമ്മ ഉയർത്തിക്കൊണ്ട് വരണമേ. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അമ്മ മാതാവ്, ഒരുപക്ഷെ അമ്മ ഇങ്ങനെ അനുവദിച്ച് കൊടുത്തതായിരിക്കാം. പക്ഷേ എങ്കിൽ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അമ്മ മാതാവ്, അതെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് അമ്മയുടെ ഒരു ഇടപെടൽ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമേ. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരുടെ അവസ്ഥകളൊക്കെ നല്ല രീതിയിൽ അവരെ സന്തോഷവും സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യത്തോടെ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ മുഴുവനും അമ്മ ഇടയാക്കണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരുടെ ആവശ്യങ്ങൾ അമ്മയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കമൻ്റായിട്ട് ഇടുന്നുണ്ട്. ആ ആവശ്യങ്ങൾ അമ്മയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ. അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ എല്ലാ ദിവസവും പങ്കെടുക്കുകയും ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവർ അമ്മയിലേക്കുള്ള വിശ്വാസത്താലാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അമ്മ മാതാവെ, അമ്മയുടെ മുന്നിലേക്ക് ഞാനിത് സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ്, ഇവരുടെ ആവശ്യങ്ങൾ ഞാൻ അമ്മയുടെ കാൽപാദത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മേനെ പ്രചരിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായിട്ട് പലരും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമ്മ മാതാവെ, അമ്മയോടുള്ള സ്നേഹവും അമ്മയോടുള്ള വിശ്വാസവുമാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അമ്മ മാതാവ്, ഇവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കണമേ. അമ്മ അവരുടെ വിശ്വാസം അമ്മ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ്, ഞാൻ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ എണ്ണി ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവെ, അതീവ തീഷ്ണതയോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരും നിൽക്കുന്നത്. അമ്മ മാതാവെ, ആദ്യം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ മുഴുവനായിട്ട് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന അനേകം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും രോഗസാഹചര്യങ്ങൾ മാറിപ്പോകുവാനും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊണ്ട് അമ്മ മാതാവേ, അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവേ ഇവരെ കാത്തുകൊള്ളണമേ. അതുപോലെ തന്നെ അമ്മ മാതാവെ, രോഗം പിടിപെടുന്ന സാഹചര്യങ്ങൾ രോഗം പിടിക്കാതിരിക്കുവാനായിട്ട് അമ്മ മാതാവെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കാർക്കും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖവും വരാതിരിക്കുവാനായിട്ടുള്ള ഒരു ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമേ. അമ്മ മാതാവെ, ഇവരെ അമ്മ ഉള്ളം കയ്യിൽ അമ്മ കൊണ്ടുപോകണമേ. അതുപോലെ തന്നെ അമ്മ മാതാവെ,
സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്നവർ, പല കാരണത്താൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ് സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്നവർ. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അതുപോലെ തന്നെ വീട് പണിയുവാനും സ്ഥലം വാങ്ങുവാനും ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, അവർക്ക് ഒരു രീതിയിലുള്ള സാമ്പത്തിക സോഴ്സും ഇല്ലാത്തത് കാരണമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു വീട് വെക്കുവാനോ ഇല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുവാനോ സാഹചര്യമില്ലാത്തത്. അമ്മേ മാതാവേ, അതിനൊരു ഇടപെടൽ അമ്മ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, സാമ്പത്തിക ഇടപാട് പോലെ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജോലി ലഭിക്കാത്തവർ, ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, ജോലി ലഭിക്കാത്തവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, പിന്നെ ജോലിക്ക് പോയിട്ട് അവിടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന അനേകം മക്കൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കായിട്ട് ട്രൈ ചെയ്യുന്നവർ, പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ജോലി ലഭിച്ചു, പക്ഷേങ്കിൽ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരെയും കൂടി അമ്മ കാത്ത് സൂക്ഷിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ശമ്പളം കിട്ടാതെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നവർ ഒരുപാടുണ്ട്. പെൻഡിങ് ആയിട്ട് നിൽക്കുന്നവർ, നേഴ്സുമാർ, അതുപോലെ തന്നെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാർ, അങ്ങനെ അനേകം കമ്പനികളിൽ അനേകം സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ, അത്തരം ആൾക്കാരെല്ലാം അമ്മയുടെ ഇടപെടൽ മൂലം ഇപ്പോൾ തന്നെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാക്കി അവരുടെ ജോലി സന്തോഷമുള്ളൊരു സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവ് ഇടപെടൽ നടത്തണമേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ്, അവരുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ്, യാത്രകൾ ചെയ്യുന്നവർ, നമ്മളെല്ലാവരും തന്നെ യാത്ര ചെയ്യുന്നവരാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒരു രീതിയിലുള്ള അപകടവും ഉണ്ടാവാതെ അമ്മ കാത്തുകൊള്ളണമേ. ഒന്ന് നടക്കുന്നവർ വരെയാണെങ്കിൽ നടക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകുവാനോ വീഴാതിരിക്കുവാനോ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ ജീവികളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്കുകൾ ഇല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ അമ്മ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ ഇവരെ കാത്തുകൊള്ളണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഇവരുടെ കുടുംബത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മാറിപ്പോകുവാനായിട്ട് അമ്മ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. പൈശാചികപരമായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളും മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ കാൽപാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ മാതാവേ, തീർച്ചയായിട്ടും അമ്മ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അമ്മ മാതാവേ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യങ്ങൾ സമർപ്പിച്ചവരുടെ ആവശ്യങ്ങൾ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവരുടെ കുടുംബങ്ങളെ ഞാൻ സമർപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ഞാൻ സമർപ്പിക്കുകയാണ്. മക്കളെ ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ്, ഇവരുടെ ഈ ഒരു കുടുംബം മുഴുവൻ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ്, ഇവർ സമൂഹത്തിൽ നല്ല ഉന്നതയിൽ നല്ല അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറുകയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. കടങ്ങൾ മാറിപ്പോവാനായിട്ട് അമ്മ മാതാവ്